സ്വഹീഹായ ഒരു ഹദീസ് നമുക്ക് കാണാം. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഒരാളോട് ഇഷ്ടം തോന്നിയാൽ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമയെ വിളിച്ചിട്ട് പറയും, ഇന്ന അടിമയെ എനിക്കിഷ്ടമാണ്, താങ്കളും ആ അടിമയെ സ്നേഹിക്കുക. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പിന്നീട് മലക്കുകൾക്കിടയിൽ അത് വിളിച്ചു പറയും, ഇന്ന അടിമയെ അള്ളാഹു സ്നേഹിക്കുന്നു, അതുകൊണ്ട് നിങ്ങളും സ്നേഹിക്കുക. അങ്ങനെ മലക്കുകൾ മുഴുവൻ ആ അടിമയെ സ്നേഹിക്കും. സുമ്മ യൂദഉ ലഹുൽ ഖബൂലു ഫിൽ അർദ്, പിന്നീട് ആ വ്യക്തിക്ക് ഭൂമിയിൽ ഖബൂൽ, ഒരു സ്വീകാര്യത, ഒരു ഇഷ്ടം, മഹബത്ത് ലഭിക്കും. ഇങ്ങനെ മലക്കുകളാൽ സ്നേഹിക്കപ്പെടുന്ന അവസ്ഥ ഉണ്ടാകുന്നു. നല്ല അടിമകളും സ്നേഹിക്കുന്നൊരവസ്ഥ ഉണ്ടാകുന്നു. ആരാണ് ആ മഹബത്ത് അവരുടെ മനസ്സിലിട്ട് കൊടുക്കുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. വജഅല ബൈനകും മവദ്ദതൻ വറഹ്മതൻ, ഇണകൾക്കിടയിൽ സ്നേഹവും കാരുണ്യവും ഇട്ട് നൽകിയതാരാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. മാതാപിതാക്കളും മക്കളും തമ്മിൽ, കുടുംബക്കാർ തമ്മിൽ, കൂട്ടുകാർ തമ്മിൽ, എല്ലാം തന്നെ ആദർശ ബന്ധുക്കൾ തമ്മിലൊക്കെയുള്ള മഹബത്ത് ആരിൽ നിന്നുണ്ടാകുന്നതാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് ഉണ്ടാകുന്നതാണ് എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇപ്രകാരം അല്ലാഹു സുബ്ഹാനഹു വ തആല സ്നേഹിക്കുന്നവനാണ്, അവന്റെ അടിമകളെ ഇഷ്ടപ്പെടുന്നവനാണ് എന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നാം ചെയ്യേണ്ടത് എന്താണ്? അള്ളാഹു നമ്മെ സ്നേഹിക്കാൻ ആവശ്യമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കലാണ്. അള്ളാഹു നിർബന്ധമാക്കിയ കാര്യങ്ങളിൽ ഒരിക്കലും വീഴ്ച വരുത്താൻ പാടില്ല. അള്ളാഹുവിന് കോപമുണ്ടാക്കുന്ന, അവൻ നിഷിദ്ധമാക്കിയ ഹറാമായ കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല.